ഇതൊരു ഓർക്കമൊന്നുമില്ല. പെയിൻ. രണ്ടാമത്തെ മോൻ മരിച്ചു, മൂത്തവനും പോയി. ഒരു മോളുണ്ട്. കാട്ടിൻ്റെ അകത്ത് എവിടെയെങ്കിലും കാണും, ജീവനോടെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ അവിടെ നിന്ന്. പ്രതീക്ഷ നല്ല പ്രതീക്ഷ. പുഴയെല്ലാം നീന്തി കയറും, അതും എന്തും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവൻ എന്തോ കുരുക്കിലൂടെ പെട്ട് ഇരിപ്പുണ്ട് എന്നാണ് പ്രതീക്ഷിച്ചത്. കണ്ണൂർ ചെറുപുഴയിലെ മീൻതുള്ളിത്തുരുത്തിൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ അവിചാരിതമായി ജീവൻ നഷ്ടപ്പെട്ട രാജേഷിന് യാത്രാമൊഴിയേകാനൊരുങ്ങുകയാണ് ആ സ്വന്തം നാടായ കല്ലിയൂർ. വൈകാരികമായ നിമിഷങ്ങൾക്കാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കല്ലിയൂരിലെ ആ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആളുകൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടുത്തെ സർക്കാർ ആശുപത്രിക്ക് മുമ്പിലാണ് നൂറുകണക്കിന് ആളുകളുടെ അകമ്പടിയോടെ മൃതദേഹം രാവിലെ 11:30 എത്തിച്ചത്. മക്കളായ ആർഷനും അതോടൊപ്പം അഭിഷേകും അച്ഛ അച്ഛ എന്ന് കരഞ്ഞുകൊണ്ട് വിളിച്ച് ആ മൃതദേഹത്തിന് അരികിലേക്ക് ആ ശവമഞ്ചത്തിൽ തൊട്ടുകൊണ്ട് പൊട്ടി കരഞ്ഞ് അലറി നിലവിളിക്കുന്നത് കണ്ണ് നനയാതെ ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ എന്നോടൊപ്പം രാജേഷിൻ്റെ പിതാവ് രാജശേഖരൻ ചേരുന്നു. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്നറിയില്ല. പക്ഷേ രാജേഷ് ഈ നാടിന് മുഴുവൻ മാതൃകയായി ഒരു ത്യാഗമാണ്. സ്വന്തം ജീവൻ ത്യാഗം ചെയ്തുകൊണ്ടാണ് മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചെടുത്തത്. അച്ഛൻ എങ്ങനെയാണ് ഈ മകനെ ഓർത്തെടുക്കുന്നത്? ഇതൊരു ഓർക്കമൊന്നുമില്ല. പെയിൻ. ഒരാളുടെയും ജീവൻ രക്ഷിച്ചുകൊണ്ട് അവൻ അവമാനത്തോടെ വിളിച്ചെന്ന് പറയാം. 3 മക്കളായിരുന്നല്ലേ? ഇദ്ദേഹത്തെ കൂടാതെ മറ്റൊരാളും മരണപ്പെട്ടിട്ടുണ്ടല്ലോ. ദുഃഖം താങ്ങാൻ പറ്റുന്നതല്ല, പക്ഷെ ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട്. ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ കൃത്യമായും കാട്ടിൻ്റെ അകത്ത് എവിടെയെങ്കിലും കാണും, ജീവനോടെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ അവിടെ നിന്ന്. പ്രതീക്ഷ നല്ല പ്രതീക്ഷ. പുഴയെല്ലാം നീന്തി കയറും, അതും എന്തും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവൻ എന്തോ കുരുക്കിലൂടെ പെട്ട് ഇരിപ്പുണ്ട് എന്നാണ് പ്രതീക്ഷിച്ചത്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ അപകട സാഹചര്യങ്ങളിൽ പെട്ടിട്ടുണ്ട്. കളക്ടർ അവനെ സല്യൂട്ട് ചെയ്തിട്ടുമുണ്ട്. ഒരു പ്രാതം എടുക്കാൻ, കൊച്ചിൻ്റെ പ്രാതം ഇട്ടെടുക്കാൻ പോകുമ്പോൾ ആരും പോകാതെ പോയി എടുത്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനൊരു മകൻ്റെ അച്ഛനായതിൽ അച്ഛനെ അഭിമാനിക്കുക. വേദനയുള്ള സമയവും മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടാണ് രാജേഷില്ലാത്തത്. ഞങ്ങളെല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേരും. ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ല. ഈ അച്ഛനോട് കണ്ടമിടറിക്കൊണ്ട് അദ്ദേഹം തൻ്റെ മകനെ ഓർത്തെടുക്കുകയാണ്. 3 മക്കളിൽ 2 പേരും ഓർമ്മയായിരിക്കുന്നു. ഇനിയൊരു മകൾ മാത്രമാണ് ബാക്കി. ഈ കുടുംബത്തെ ചേർത്ത് നിർത്തേണ്ടത് ഓരോ മലയാളികളുടെയും അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. കാരണം അത് നമ്മുടെ കൂടി ദൗത്യമാണ്. നമ്മളിൽ ഒരാളെ രക്ഷിച്ചെടുക്കുന്നതിനുള്ള ആ തീവ്ര ശ്രമത്തിനിടയിലാണ് സ്വന്തം ജീവൻ രാജേഷിന് നഷ്ടമായത്. ആ സ്വാർത്ഥത നമ്മുടെ നാടിനെ മുഴുവൻ കീഴടക്കുന്നതിനിടയിലാണ് സ്വന്തം ജീവൻ മറ്റൊരാൾക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ മുഴുവൻ, ലോകത്തിന് മുഴുവൻ രാജേഷ് എന്ന ഈ കല്ലിയൂർ സ്വദേശി മാതൃകയായി മാറിയിരിക്കുന്നു. ക്യാമറമാൻ അരുൺ എംഎസിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.